നമസ്കാരം. കൗമാരക്കാരും യുവതി യുവാക്കളും മാതാപിതാക്കളും ഒക്കെ തന്നെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വില്യം ഷേക്സ്പിയറിന്റെ വിഖ്യാതമായ ഒരു കൃതിയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. റോമിയോയും ജൂലിയറ്റുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ കുടുംബങ്ങൾ തമ്മിൽ കടുത്ത ശത്രുതയിൽ ആയിരുന്നുവെങ്കിലും അവർ തമ്മിൽ പ്രണയബദ്ധർ ആകുന്നു. എന്നാൽ അവരുടെ ഈ പ്രണയം, ഈ സ്നേഹം അവരുടെ കുടുംബങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സാഹചര്യങ്ങളും അവർക്ക് എതിരായി. അങ്ങനെ അവർ രണ്ടുപേരും അവസാനം ഓരോരുത്തരായിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ കഥ അവസാനിക്കുന്നത് ഒരു ട്രാജഡി ആയിട്ടാണ്. ഈ കഥയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഉയർന്നു കേട്ടത്. അത് വഴിവെച്ചിരിക്കുന്നത് നിലവിലുള്ള പോക്സോ നിയമത്തിന്റെ ഭേദഗതിയിലേക്കാണ്. 2015 വരെ ഈ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ നിയമം കണ്ടിരുന്നത് ഈശ്വരന്റെ സന്തതികൾ ആയിട്ടായിരുന്നു. അതായത് അവർ തികച്ചും നിഷ്കളങ്കരാണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് കുറ്റം ചെയ്താലും, എത്ര കഠിനമായ കുറ്റം ചെയ്താലും അവരെ IPC അടിയിൽ, ഇന്ത്യൻ പീനൽ കോഡിന് അടിയിൽ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് 2012 ഡിസംബർ മാസം 16-ാം തീയതി ഡൽഹിയിൽ ഈ നിർഭയ കേസ് ഉണ്ടാകുന്നത്. അതിൽ കുറെ പ്രതികൾ ഉണ്ടായിരുന്നു എങ്കിലും അതിലൊരു പ്രതിക്ക് 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവനായിരുന്നു അതിലെ അതിജീവിതയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. എന്നിട്ട് പോലും ബാക്കി എല്ലാ പ്രതികൾക്കും വധശിക്ഷയാണ് നൽകിയതെങ്കിലും ഈ ജുവനൈലായ ഈ പയ്യന് കൊടുത്തത് 3 വർഷത്തെ ഈ ദുർഗുണ പരിഹാര പാഠശാലയിലെ താമസം മാത്രം ആയിരുന്നു. അതിനുശേഷമാണ് 2015 ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ഭേദഗതി വരുത്തുകയും ഈ പ്രായപരിധി 18-ൽ നിന്നും 16-ആയി കുറയ്ക്കുകയും ചെയ്തു. അതായത് 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇപ്പോഴും എന്ത് കുറ്റം വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് ലോബികളും മറ്റും 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാരിയറായിട്ട് ഉപയോഗിക്കുന്നത്. അവരെ പിടിച്ചാലും അവരെ ശിക്ഷിക്കാൻ കഴിയില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ സെക്ഷൽ അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ, ട്രാഫിക്കിംഗ് എന്നിവയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2012 വളരെ കർശനമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഉദാത്തമായ പോക്സോ നിയമം നടപ്പിലാക്കിയത്. എന്നാൽ അതേ നിയമം അതേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ വിനയായി മാറിയാൽ എന്തു ചെയ്യും എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, അതായത് വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഉയർന്നത്. കുട്ടികളെ സംരക്ഷിക്കാനായി കൊണ്ടുവന്ന ഒരു നിയമത്തിനടിയിൽ കുട്ടികൾ തന്നെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നും അത്തരത്തിൽ ഒരു അവസ്ഥ സംജാതമാകാനേ പാടില്ല എന്നും ഈ കൗമാര ബന്ധങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും അത്തരം ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നും അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള പോക്സോ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് റോമിയോ ജൂലിയറ്റ് വകുപ്പ് കൂടി കൊണ്ടുവരണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാവരും കരുതുന്ന പോലെ ഈ പോക്സോ നിയമം പുരുഷന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒന്നല്ല. ഒരു സ്ത്രീ അഥവാ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു ആൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ് എന്ന് കരുതുക. ആ കുട്ടി ഒരു കംപ്ലൈന്റ് ചെയ്യുക ആണ് എങ്കിൽ ഈ സ്ത്രീയും ഇതേ നിയമത്തിനടിയിൽ വിചാരണ ചെയ്യപ്പെടും, ശിക്ഷിക്കപ്പെടും. പോക്സോ നിയമം വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ പറഞ്ഞു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ഈ പാലത്തായിയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോകൾ വിലയിരുത്തേണ്ടത്. ഇന്നത്തെ മാറിയ ജീവിത സാഹചര്യത്തിൽ 14 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള കൗമാരക്കാർ ഒക്കെ തന്നെ ഈ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും അത് സാവധാനം ശാരീരിക ബന്ധത്തിലേക്ക് നയിക്കപ്പെടുന്നതും ഒരു സർവ്വസാധാരണമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞത്. അത്തരം അവസരങ്ങളിൽ അത്തരം ബന്ധങ്ങൾ നമ്മുടെ സമൂഹം അംഗീകരിക്കാത്ത ഒന്നായതിനാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകളെ ഈ ബന്ധത്തിൽ നിന്നും വേർപെടുത്താനായിട്ട് പോക്സോ ദുരുപയോഗം ചെയ്യുന്നു. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ സംരക്ഷിക്കാനായി കൊണ്ടുവന്ന നിയമം തന്നെ അതിനടിയിൽ തന്നെ ഈ പ്രതിയായ ആൺകുട്ടി വിചാരണ ചെയ്യപ്പെടാനും ശിക്ഷിക്കപ്പെടാനും ഉള്ള സാധ്യത തെളിഞ്ഞു വരും. അതിലൂടെ ഈ കൗമാരക്കാരുടെ വളരെ പ്രധാനപ്പെട്ട അനേകം വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും തന്നെ അടർത്തി മാറ്റപ്പെടുന്നു. ഇത്തരത്തിൽ ഒരു അവസ്ഥ സംജാതമാകുന്നത് നാം നേരത്തെ കണ്ട റോമിയോ ആൻഡ് ജൂലിയറ്റിലേത് പോലെ ഇത്തരം ബന്ധങ്ങളെ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറയും. കോടതി പല പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി. പോക്സോ നിയമം പ്രധാനമായിട്ടും ഉപയോഗിച്ചു വരുന്നത് കൗമാരക്കാരുടെ ഇത്തരത്തിലുള്ള പ്രേമബന്ധങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്പര സമ്മതത്തോടെയാണ് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിലും അവർക്ക് അതിനെ തുടർന്ന് വളരെ ദീർഘമായ ഒരു വിചാരണയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. മിക്കവാറും കേസുകളിലും ഈ അതിജീവിതയുടെ യഥാർത്ഥത്തിലുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല FIR ഇടുന്നത്. ആ മൊഴിയിൽ ബാഹ്യ ഇടപെടലുകളും ബാഹ്യ പ്രേരണയും ഒക്കെ തന്നെ ഉണ്ടാകും.
അതിലൂടെ ഈ തൽപര കക്ഷികൾ പ്രതിയാക്കപ്പെടുന്ന കൗമാരക്കാരൻ ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. പോക്സോ നിയമം ബാധകമാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് സ്ഥിരീകരിക്കേണ്ടത് ഈ അതിജീവിതയുടെ പ്രായമാണ്. അത് 18 വയസ്സിൽ താഴെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ നിയമം ബാധകമാക്കാൻ കഴിയൂ. ചില കേസുകളിൽ ഈ മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രായം നിർണ്ണയിക്കപ്പെടുക. അത്തരം അവസരത്തിൽ സ്വാധീനമുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ 19 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പ്രായം ഈ 18-ന് താഴെയായിട്ട് രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോക്സോ നിയമം ബാധകമാക്കുന്നത്. കുട്ടികൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള വസ്തുതയോ അവരുടെ പരസ്പര സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ ആണ് അവർ ഈ ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ള വസ്തുതയോ ഒന്നും തന്നെ കണക്കിലെടുക്കാതെയാണ് ഈ പോക്സോ നിയമം ബാധകമാക്കുന്നതും ഈ കൗമാരക്കാരനായ ആൺകുട്ടി പ്രതിയാക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും. അതുകൊണ്ട് അതിജീവിതയുടെ പ്രായം നിർണ്ണയിക്കേണ്ടത് അവരുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ ജനന തീയതി രേഖപ്പെടുത്തിയ വിദ്യാഭ്യാസ രേഖകളുടെ അടിസ്ഥാനത്തിലോ ആയിരിക്കണമെന്നും കോടതി പറയുന്നു. ഇതൊന്നും തന്നെ ഇല്ലാത്ത പക്ഷം മാത്രമേ ഒരാളെ ഈ മെഡിക്കൽ പരിശോധനയിൽ കൂടി അവരുടെ പ്രായം നിർണ്ണയിക്കാവൂ. പോക്സോ നിയമം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ നിയമം കൊണ്ടുവന്നത് തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതേ നിയമത്തിൻ്റെ അടിയിൽ അതേ കുട്ടികൾ തന്നെ ഈ ശിക്ഷിക്കപ്പെടുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. പോക്സോ വളരെ ഉദാത്തമായ ഒരു നിയമം ആണെങ്കിൽ കൂടി ഇത്തരം വേളകളിൽ അത് നീതിയല്ല, മറിച്ച് നീതി നിഷേധമാണ് നടത്തുന്നത്. അത് നീതി നിർവഹണത്തെ ഒരു കാരണവശാലും സഹായിക്കുന്നില്ല. ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പോക്സോ നിയമത്തിൽ റോമിയോ ജൂലിയറ്റ് ക്ലോസ് കൊണ്ടുവരണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കോടതിയുടെ അഭിപ്രായത്തിൽ 2 കുട്ടികൾ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ അത്തരം കേസുകളിൽ ഈ പെൺകുട്ടിയുടെ അബ്യൂസ് നടക്കുന്നില്ല, എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നില്ല, അതുപോലെ തന്നെ ട്രാഫിക്കിങ്ങും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിൽ ആ കുട്ടികൾക്ക് ഈ പോക്സോ നിയമത്തിൽ നിന്നും ഇളവാണ് നൽകേണ്ടത് എന്നാണ് കോടതി പറയുന്നത്. അത്തരം അവസരങ്ങളിൽ ഈ പോക്സോ ആക്ട് യാന്ത്രികമായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിനു മുമ്പായിട്ട് ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ഏത് തരത്തിലുള്ള ബന്ധം ആയിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര സമ്മതത്തോടു കൂടിയാണോ അവർ ഈ ബന്ധത്തിൽ ഏർപ്പെട്ടത്, ആ ബന്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് അവരുടെ മാനസിക നില എന്തായിരുന്നു, അവർ സ്വമേധയാണോ ആ ബന്ധത്തിൽ ഏർപ്പെട്ടത്, അതുപോലെ തന്നെ ഈ അതിജീവിതയുടെ മൊഴി അവളുടേത് തന്നെയാണോ അതോ അതിൽ ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കാര്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ പോക്സോ നിയമം ബാധകമാക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നാണ് കോടതി പറഞ്ഞത്. കോടതിയുടെ ഈ നടപടി ഒരു ജുഡീഷ്യൽ ആക്ടിവിസമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു നിയമത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കോടതികൾ നൽകുന്ന നിർദ്ദേശമാണ് ഈ ആക്ടിവിസം എന്ന് പറയുന്നത്. കോടതിയല്ല ഒരു ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവരേണ്ടത്. ആ ഭേദഗതി കൊണ്ടുവരേണ്ടത് സർക്കാരാണ്, അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ നമ്മുടെ ജനാധിപത്യ സെറ്റപ്പിൽ ഈ കോടതികൾക്ക് വളരെ വലിയ ഒരു സ്ഥാനമാണ് ഉള്ളത്. അതുകൊണ്ടാണ് കോടതികൾ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കൗമാരക്കാരെ ഈ പോക്സോ ആക്ടിനിടയിൽ ഒരു മുതിർന്ന വ്യക്തി ഒരു കുറ്റം ചെയ്യുമ്പോൾ അയാളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നും അത് ഈ പ്രതിയെ മാത്രമല്ല അതിജീവിതയെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നും കോടതി പറഞ്ഞു. ഉദാഹരണത്തിന് ഒരു കേസ് സങ്കല്പിച്ചു നോക്കുക. അതിൽ പെൺകുട്ടിയുടെ പ്രായം 17.5 വയസ്സാണ്, ആൺകുട്ടിയുടെ പ്രായം 15.5 വയസ്സും ആണ്. അതിനുശേഷം ഈ ബാഹ്യ സമ്മർദ്ദം ഒക്കെ ഉണ്ടായപ്പോൾ പെൺകുട്ടി കൊണ്ടുപോയിട്ട് ഈ ആൺകുട്ടിക്കെതിരെ പരാതി കൊടുക്കുന്നു. കേസ് ചാർജ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആൺകുട്ടി തിരികെ മറ്റൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, അതായത് ഈ പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ പോക്സോ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരുപോലെ തന്നെ ബാധകം ആയതിനാൽ ഈ പെൺകുട്ടിക്കെതിരെയും കേസ് ചാർജ് ചെയ്യേണ്ടി വരും. അത്തരം അവസരങ്ങളിൽ ഈ പെൺകുട്ടിക്കും പോക്സോ നിയമത്തിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ നിയമം 2012 തന്നെ നിലവിൽ വന്നു എങ്കിലും ഇപ്പോഴും അത് സാമൂഹികമായ അസമത്വങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതായത് ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല. എന്നാൽ സ്വാധീനശേഷിയുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിലൂടെ നീതി ലഭിക്കും എന്ന് മാത്രമല്ല അത് അവർക്ക് ദുരുപയോഗപ്പെടുത്താനും കഴിയും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ വാളയാർ കേസ്, അതിൽ 13ഉം 9ഉം വയസ്സ് പ്രായമുള്ള 2 കുരുന്ന് പെൺകുട്ടികളാണ് അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അത് ഈ പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ ചേർന്നിട്ട് അട്ടിമറിച്ച ഒരു കേസാണ്. അവർക്ക് നീതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇപ്പോഴും
CBI അന്വേഷണത്തിന് ശേഷം അത് അവരുടെ പാരൻസാണ് അതിലെ പ്രതികൾ എന്നുള്ള തരത്തിലൊക്കെ കേസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും അത് ഹൈക്കോടതി മുമ്പാകെ പെൻഡിംഗ് ആണ്. നമുക്ക് കാത്തിരിക്കാം അതിലെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേസുകളുടെ എണ്ണം കൂടും. അത് ഈ ജയിലുകളിലെ ജോലിഭാരവും വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഈ കേസുകളുടെ എണ്ണം കൂടുമ്പോൾ അണ്ടർ ട്രയൽസിൻ്റെ, അതായത് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും. അതിനുശേഷം വിധി വരുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം ആയിരിക്കും. ഒരുപക്ഷേ ഈ പ്രതിയെ അക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ, വെറുതെ വിടുകയാണെങ്കിൽ തന്നെ അത്തരത്തിൽ ആ കൗമാരക്കാരനൊരു നീതി ലഭിക്കുന്നത് വളരെയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അത് നീതി വൈകിയ നീതിയാണ്, അത് നീതിയല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇതൊരു സാമൂഹ്യ പ്രശ്നം മാത്രമല്ല, മറിച്ച് നമ്മുടെ സംവിധാനത്തിൽ തന്നെ അന്തർലീനമായ ഒരു തിന്മ കൂടിയാണ്. കോടതി ഇത്തരത്തിലൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് ഭരണഘടന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ വികലമായ സാമൂഹ്യ ധാർമ്മികത ഭരണഘടന ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. കാരണം മിക്കവാറും കേസുകളിലും ഈ പെൺകുട്ടി ആയിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ള പരാതിക്കാരി, മറിച്ച് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ജാതിയുടെയും ദുരഭിമാനത്തിൻ്റെയും പുരുഷ മേധാവിത്വത്തിൻ്റെയും ഒക്കെ വക്താക്കളായിരിക്കും ഈ പരാതിയുടെ പുറകിൽ പ്രവർത്തിക്കുക. അവരാണ് യഥാർത്ഥത്തിൽ ഈ പോക്സോ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത്. അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ പാലത്തായി കേസ്. അതിനാൽ ഈ പ്രശ്നത്തിന് അടിയന്തരമായിട്ടൊരു പരിഹാരം കാണേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാം, വയസ്സളവ് നൽകാം, അല്ലെങ്കിൽ അനുയോജ്യമെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുന്ന എന്ത് പരിഷ്കാരങ്ങൾ വേണമെങ്കിലും നമ്മുടെ ഈ നിയമത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അതൊക്കെ നടപ്പിലാക്കാൻ എക്സിക്യൂട്ടീവ് ആക്ഷനും അത്യാവശ്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതി പോലീസ് ആൻഡ് പ്രോസിക്യൂട്ടോറിയൽ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചതിന് ശേഷം എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണം. കോടതികളെയും പോലീസിനെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രബുദ്ധരാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പോക്സോ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോൾ തന്നെ എന്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ നിയമം കൊണ്ടുവന്നത് അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നു എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് ഭരണഘടനയും മറ്റു നിയമങ്ങളും ഒരു പൗരന് നൽകുന്ന പരിരക്ഷകളുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ്. അതായത് ഈ പോക്സോ നിയമം ഏകപക്ഷീയമായിട്ടാണ് നടപ്പിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു പൗരന് നൽകുന്ന ആർട്ടിക്കിൾ 14 ലംഘനമായിരിക്കും. അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൻ്റെ ലംഘനം ആയിരിക്കും. കൗമാരക്കാരുടെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ശാരീരിക ബന്ധം അതിനെ പോക്സോ നിയമത്തിനടിയിൽ വിചാരണ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ആർട്ടിക്കിൾ 21 നൽകുന്ന പരിരക്ഷ, അതായത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ഉള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യം, ഇതിനെ രണ്ടിനെയും ഖനിക്കുന്നതാണ്. അപ്പോൾ ഈ പോക്സോ നിയമം കൊണ്ടുവന്നത് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നിയമത്തിനിടയിൽ അതേ കുട്ടികൾ തന്നെ പ്രതികളാക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇനി ആർട്ടിക്കിൾ 39F അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. അതിൽ പറയുന്നത് ഈ കുട്ടികൾക്കൊക്കെ തന്നെ അന്തസ്സോടെ ജീവിക്കാനും വളരാനും ഉള്ള സ്വാതന്ത്ര്യം നൽകണമെന്നും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും സർക്കാരുകളോട് നിർദ്ദേശിക്കുന്നത് ആണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് കിട്ടേണ്ട ആ അവകാശമാണ് ഹനിക്കപ്പെടുന്നത്. ഇപ്പോഴുള്ള നിയമം പുരുഷ മേധാവിത്വത്തിൻ്റെ സ്വാധീനത്താൽ വികലമാക്കപ്പെടുന്നു. അപ്പോൾ അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ ഈ സുപ്രീം കോടതി പറഞ്ഞതുപോലെയുള്ള പരിഷ്കാരങ്ങൾ അടിയന്തരമായി കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോടതികളിലും ജയിലുകളിലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ അമിത ഭാരത്തിനും കുറവുണ്ടാകും. അതുപോലെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന ഈ കേസുകളുടെ എണ്ണത്തിലും കുറവ് വരും. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ നേരെ മോറൽ പോലീസിംഗിൽ നിന്നും ഭരണഘടന ധാർമ്മികതയിലേക്ക് മാറ്റം ചെയ്യപ്പെടും. അതിലൂടെ ഈ കുട്ടികളുടെ സംരക്ഷണത്തിനും വേണ്ടി മാത്രം കൊണ്ടുവന്ന ഈ നിയമത്തിൽ ആരും കൃത്രിമം നടത്തുന്നില്ല എന്നും അതിനെ ആരും വികലമാക്കുന്നില്ല എന്നും ഉറപ്പുവരുത്താനും കഴിയും. നമുക്കാർക്കും തന്നെ കൊച്ചുകുട്ടികളെ ആരെങ്കിലും ശാരീരികമായി പീഡിപ്പിക്കുന്നതിനോട് ഒരിക്കലും തന്നെ യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കണ്ണിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്സോ നിയമം വളരെ ഉദാത്തമായ ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണ്? സുപ്രീം കോടതി പറഞ്ഞതുപോലെ അതിനെ പലരും ചൂഷണം ചെയ്യുന്നു, അതിൽ കൃത്രിമം വരുത്തുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സുപ്രീം കോടതി ആ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അതിൽ വേണ്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു നിർദ്ദേശത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഏവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.